വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലേ, അതോ വർക്കൗട്ട് ചെയ്യാൻ മടിയാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ദിവസവും ജിമ്മിൽ പോകാതെ തന്നെ ഒരു മിനിറ്റ് പോലും പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യാതെ നിങ്ങളുടെ ശരീരം കൂടുതൽ കാലറി കത്തിക്കുമെന്ന്, അതുപോലെ ഫാറ്റ് ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എന്നാൽ ഫാറ്റ് ലോസിന്റെ ഏറ്റവും വലിയ സീക്രട്ട് പലരും പറയാത്തൊരു കാര്യമാണ്. ഇന്ന് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേ പരാതിയാ അല്ലെ? ഡോക്ടറെ, സമയം കിട്ടുന്നില്ല. രാവിലെ നമ്മൾ തിരക്കുള്ള ജോലിയിലാവും, കുട്ടികളുടെ സ്കൂളിൽ പോകാനുള്ള തിരക്കാവും, നമുക്ക് ജോലിക്ക് പോകാനുള്ള യാത്രയാവും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഫാറ്റ് ലോസ് എന്നത് ഈ കാലറി ബേൺ ചെയ്യാന്നുള്ളത് ജിമ്മിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ കൂടുതൽ കലോറി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചെലവാകും. ഇതിന്റെ പേരാണ് NEAT, നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. പേര് കേൾക്കാൻ വലിയതാണ്, പക്ഷെ ആശയം വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ഒരു ജിമ്മിൽ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാണ്, അതിനുശേഷം ഉള്ള 23 മണിക്കൂറും ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ കുറച്ച് കാലറിയാണ് അവിടെ ഒരു ദിവസം ചെലവാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പോലും നിങ്ങൾ ഒരു ദിവസം മുഴുവൻ മൂവ്മെന്റ് കൂട്ടിയാൽ കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ പറ്റും. അതാണ് നീറ്റിന്റെ മാജിക് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെറുതെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോഴും അതുപോലെ ഫോൺ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മൂവ്മെന്റ്സുകളെ കുറിച്ചാണ്. ഇവ ഓരോന്ന് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ദിവസവും നമ്മൾ അത് ചെയ്യുമ്പോൾ അവ ഒന്നിച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഫാറ്റ് ലോസ് ജേണിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. ഇതിലെ ടിപ്പുകളെല്ലാം ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ മൂവ്മെന്റ് ചെയ്യണം. നിങ്ങളുടെ ശരീരം നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഫാറ്റ് ബേണിംഗ് മെഷീനായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആരെങ്കിലും ഹെൽത്തി ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയുർഫിറ്റിൽ ജോയിൻ ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഫാറ്റ് ലോസ് സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് വെറുതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം എക്സസൈസുകൾ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആട്ടോ. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് കാഫ് റൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കാഫ് എന്ന് പറയുന്നത് ആ മസിലുകൾ നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കാലിന്റെ ആ ഭാഗത്ത് കാണുന്ന മസിലാണത്. ഇപ്പോ അടുക്കളയിൽ നിൽക്കുന്നവരായിരിക്കൂലേ കുറെ പേര്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ ഒരു പ്രിന്റ് വരാനൊക്കെ കുറെ നേരം കാത്തിരിക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യാന്ന് വിചാരിക്കാം. ഈ സമയത്തൊക്കെ നമ്മുടെ ആ ഉപ്പൂറ്റി ഒന്ന് മുകളിലേക്ക് വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുന്ന എക്സസൈസ് ആണ് കാഫ് റൈസ് എന്ന് പറയുന്നത്. ഇതൊരു 20 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് കാഫ് റൈസ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ കാൽഭാഗത്തിന്റെ പിന്നിലെ ഈ കാഫ് മസിൽസിനെയാണ് സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞു അല്ലെ? കാരണം നമ്മൾ നടക്കുമ്പോഴും ചലിക്കുമ്പോഴും ഒക്കെ ഈ മസിലുകൾ സങ്കോചിച്ച് കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കാലിലെ ക്ഷീണം കുറയും. പലർക്കും ഉള്ള പ്രശ്നമാണ് നമ്മുടെ കാലിലെ വേദന എന്നുള്ളത്. ദീർഘനേരം നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇത് അവർക്ക് കൂടുതലായിട്ടുണ്ടാവും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കാഫ് മസിൽസ് നന്നായിട്ട് ആക്റ്റീവ് ആവും. അപ്പൊ അത് കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ സഹായിക്കും. 2ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ട് എക്സസൈസ്. ഇപ്പൊ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാന്ന് വിചാരിക്കാം. അവർക്കൊരു ബ്രേക്ക് ആണ് ഈ സ്ക്വാട്ട് എക്സസൈസ് എന്ന് പറയുന്നത്. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒരുപോലെ ഇരുന്നാൽ ഒരു 30 സെക്കൻഡ് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു 10ഓ 20ഓ സ്ക്വാട്ട് ചെയ്യുക. ഈ സ്ക്വാട്ട് എന്നുള്ളത് നമ്മുടെ ആ ഫുൾ ബോഡിക്ക് വരുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഈ സ്ക്വാട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തുടയിലെയും ഇടുപ്പിലെയും ഒക്കെ വലിയ മസിലുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാലുകൾക്ക് ശക്തി കൂട്ടുന്നുണ്ട്. നീണ്ട സമയം ഇരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഈ ദോഷങ്ങളൊക്കെ മാറ്റാൻ ഈ എക്സസൈസ് നിങ്ങളെ സഹായിക്കും. ശരീരം കൂടുതൽ എനർജി ഉപയോഗിക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. അപ്പൊ സ്ക്വാട്ട് എക്സസൈസ് വളരെ എഫക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. അടുത്തത് പവർ വാക്ക് കേട്ടോ. ഇപ്പൊ ഫോണിൽ സംസാരിക്കാം, അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പൊ ഇനി അങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരു ചെറിയതായിട്ടുള്ള പവർ വാക്ക് ചെയ്യാം. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ മുട്ട് മുകളിലേക്ക് ഉയർത്തുക, പറ്റുന്ന അത്ര ഉയർത്തിക്കോട്ടെ കേട്ടോ. എന്നിട്ട് അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക 2 കാലിലും. ഇത് നമ്മുടെ ക്വാഡ്രിസെപ്സ്, അതായത് മുട്ടിന്റെ മുകളിലുള്ള മസിൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, കൂടുതൽ മൂവ്മെന്റ്സ് കിട്ടും, കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ സഹായിക്കും, കൂടുതൽ ഫിറ്റ്നസിന് സഹായിക്കും. ഇനി അടുത്ത എക്സസൈസ് പറയാം കേട്ടോ. ചെസ്റ്റ് ഓപ്പണർ 4ാമത്തെ എക്സസൈസ് ആണ്. ഇപ്പൊ കമ്പ്യൂട്ടറിൽ മുന്നിൽ കൂടുതൽ നേരം ഇരിക്കുകയാണ്, മൊബൈൽ ഫോൺ നോക്കിയിട്ട് കുറേ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരുണ്ടാവും അല്ലെ. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള എക്സസൈസ് ആണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. ഈ 2 കൈകളും പിന്നിലേക്ക് തുറന്നിട്ട് നെഞ്ച് നന്നായിട്ട് വിരിച്ച് ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ നിൽക്കുക. ഇതിലൂടെ നമുക്ക് ഈ ചുമലിലുള്ള ടൈറ്റ്നസ് കുറയും, നമ്മുടെ ചെസ്റ്റ് മസിൽ കുറച്ചും കൂടി മെച്ചപ്പെടും, നമ്മുടെ പോസ്റ്റർ മെച്ചപ്പെടും, ദീർഘനേരം ഇരുന്നുകൊണ്ടുള്ള തോൾവേദനയും കഴുത്തുവേദനയും ഒക്കെ കുറയാൻ ഈ എക്സസൈസ് സഹായിക്കും. അടുത്തത് സ്റ്റാൻഡിങ് ട്വിസ്റ്റ് ആട്ടോ. അതായത് നമ്മൾ വെറുതെ നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് എക്സസൈസ് ചെയ്യാം. നിവർന്ന് നിൽക്കുക, ശരീരം പതുക്കെ വലത്തോട്ട് തിരിക്കുക, അതുപോലെ ഇടത്തോട്ട് തിരിക്കുക. ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു 5 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. വേദന ഉണ്ടാകുന്ന അത്രയൊന്നും ശക്തമായിട്ട് ചെയ്യരുത്. നമ്മളിങ്ങനെ നന്നായിട്ട് തിരിയുമ്പോൾ നമുക്കൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും, ഒരു വലിവാണ് ആദ്യം ഫീൽ ചെയ്യുക. അതാണ് നമ്മുടെ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു 5 സെക്കൻഡ് വരെ 1 2 3 4 5 അങ്ങനെ എണ്ണീട്ട് സാധാ പോസ്റ്റിലേക്ക് വരിക, എന്നിട്ട് മറ്റേ സൈഡിലേക്ക് ചെയ്യാം. ഇത് നമ്മുടെ സ്പൈനിന്റെ മൊബിലിറ്റി ഒക്കെ നിലനിർത്താൻ നല്ലതാണ്. അതേപോലെ അരക്കെട്ടിലൊക്കെ ഒരു ടൈറ്റ്നെസ് ഒക്കെ തോന്നുന്നവർക്ക് അതിനും നല്ല എക്സസൈസ് ആണ്. ശരീരം കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കുന്നുണ്ട്. ചെറിയൊരു മൂവ്മെന്റ് അല്ലേ, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് ടോ ലിഫ്റ്റ്സ്, അതായത് പലരും നമ്മൾ പറഞ്ഞു കാഫ് മസിൽസിനെ, ബാക്കിലെ മസിൽസിനെ സ്ട്രോങ് ആക്കുന്നതാ അല്ലെ. അതുപോലെ ഈ ടോ ലിഫ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെ മുൻവശത്തെ മസിലിനെ ശക്തമാക്കുന്നതാണ്. നമ്മുടെ വിരലുകള് മുകളിലേക്ക് പൊക്കുന്നതാണ്. എന്നിട്ട് കുറച്ചു നേരം ഒരു 2-3 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും താഴ്ത്തുക. ഇത് കാലിന്റെ മുൻവശത്തുള്ള നമ്മുടെ ടിബിയാലിസ് ആന്റീരിയർ എന്ന് പറയുന്ന മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ അറിയോ? നമുക്ക് കുറച്ചൊക്കെ പ്രായമാകുമ്പോഴേക്ക് നടക്കാനും പടികൾ കയറാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതിനൊക്കെ ഒരു നിയന്ത്രണം കിട്ടും. ദീർഘനേരം ഇരുന്നതിന് ശേഷം കാലിലെ സ്റ്റിഫ്നെസ്, ഒരു ടൈറ്റ്നെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കാഫ് റൈസ് എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ ഇതും കൂടി ചെയ്താൽ നമ്മുടെ മുന്നിലെ മസിലുകൾ കൂടി ഒരുപാട് പ്രവർത്തിക്കും. ഇത് ബാലൻസ് മെച്ചപ്പെടുത്താനും കാലുകൾക്ക് കൂടുതൽ ശക്തി നൽകാനും സ്ഥിരത നൽകാനും ഒക്കെ സഹായിക്കും. ഒരു 20 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പൊ അടുത്ത നിന്നുകൊണ്ടുള്ള എക്സസൈസിലെ 7ാമത്തത് ആംഗിൾ റൊട്ടേഷൻ ആണ്. കാണുമ്പോൾ ചെറിയ മൂവ്മെന്റ് ആണ്, പക്ഷെ അതിന് വലിയ ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യേണ്ട എക്സസൈസ് ആണ്. ഇത് നിങ്ങൾക്ക് നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു കാല് അല്പം ഉയർത്തിയിട്ട് കണങ്കാല് നമ്മൾ പതുക്കെ വട്ടത്തിൽ കറക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കാലിങ്ങനെ വട്ടത്തിൽ കറക്കി കൊടുക്കുക. ഒരു 20 തവണ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണം. ഇത് ആംഗിൾ ജോയിന്റിന് മൊബിലി നിലനിർത്താനും ഈ കണങ്കാലിലെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കുറെ നേരം ഒരു പൊസിഷനിൽ നിൽക്കുകയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ചെയ്യുന്ന നല്ലൊരു എക്സസൈസ് ആണിത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോവാം. കിക്ക് ബാക്ക്, അതായത് നമ്മൾ ഹാംസ്ട്രിങ് മസിൽസിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ. നമ്മുടെ തുടയുടെ ബാക്കിലുള്ള മസിൽസ് ആണ്. അതിനുള്ള എക്സസൈസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നിന്നുകൊണ്ട് ഒന്ന് ബാക്കിലേക്ക് കിക്ക് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. നമ്മൾ നിവർന്ന് നിന്നിട്ട് ഒരു കാലുകൊണ്ട് കിക്ക് ചെയ്യുക. ഇത് മറ്റേ കാലിലും അതുപോലെ ആവർത്തിക്കുക. ഇതിലൂടെ നമ്മുടെ തുടയുടെ പിന്നിലുള്ള ഹാംസ്ട്രിങ് മസിൽസിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാലുകൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നുണ്ട്, ഹിപ്പ് സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തുന്നുണ്ട്. കുറെ നേരം ഇരുന്നു കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്ന മസിലുകളാണ് ബാക്കിലെ മസിൽസുകളൊക്കെ. അപ്പൊ അതിനൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നടക്കാനും പടി കയറാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ നമുക്ക് കൂടുതൽ കാലം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ ഈ എക്സസൈസ് നിങ്ങളെ സഹായിക്കും. അപ്പൊ ഓരോ കാലിനും ഇതൊരു 20 തവണ ചെയ്താൽ മതി. 10ഓളം എക്സസൈസ് പറഞ്ഞു അല്ലെ. വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും സമയമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഏറ്റവും നല്ലത് 1 മണിക്കൂറെങ്കിലും വർക്കൗട്ടിന് വേണ്ടി സമയം കണ്ടെത്തുന്നതാണ്. അല്ലെങ്കിൽ ഈ 8 ചെറിയ എക്സസൈസുകൾ നിങ്ങളുടെ ശരീരത്തിൽ മൂവ്മെന്റ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിർത്താതെ ബാക്കിയുള്ള സമയം കൂടി ഈ തരത്തിലുള്ള ചെറിയ മൂവ്മെന്റ്സ് കൊടുക്കാൻ സഹായിക്കുക. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും തെറ്റാതെ ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ജിമ്മിൽ ചെലവഴിക്കുന്ന 1 മണിക്കൂർ മാത്രമല്ല, ബാക്കി 23 മണിക്കൂറുകളും
നമ്മൾ നല്ല രീതിയിൽ ചെലവഴിക്കുമ്പോഴാണ് നമ്മുടെ ഫാറ്റ് ലോസ് വളരെ ഈസി ആവുന്നതും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ ഇരിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും കുറക്കും, മൂവ്മെന്റ്സിന് കിട്ടുന്ന ഓരോ അവസരവും കൂട്ടുന്നുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യം പറയാനുള്ളത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. നമുക്ക് ഇരുന്നിട്ടുള്ള എക്സസൈസ് നോക്കാം കേട്ടോ. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഞങ്ങളുടെ ജോലി മുഴുവൻ സിറ്റിംഗ് ജോബാണ്, എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടാറില്ല എന്ന്. എങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആണ് ഈ എക്സസൈസുകൾ. ഓരോ എക്സസൈസുകളും നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ എക്സസൈസുകൾ അതിനെ റീപ്ലേസ് ചെയ്യില്ല കേട്ടോ. പക്ഷെ ഒന്നും ചെയ്യാത്ത ചില ദിവസങ്ങൾ ഉണ്ടാവും, ഒന്നും ചെയ്യാത്തവരും ഉണ്ടാവും. അങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി നല്ലതാണ് ഈ എക്സസൈസുകൾ ചെയ്യുന്നത്. സോളിയസ് പുഷപ്പ്, ഇപ്പൊ ഇരുന്നിട്ട് ചെയ്യുന്ന കാഫ് റൈസ് ആണ് ഈ എക്സസൈസ്. ഈ ഭക്ഷണത്തിന് ശേഷമൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർ എക്സസൈസ് ആണ് ഇത്. നമ്മൾ കസേരയിൽ ഇരിക്കുക, കാൽവിരല് നിലത്ത് വെച്ചിട്ട് നമ്മുടെ ഹീല് മാത്രം മുകളിലേക്ക് ചലിപ്പിക്കുക. ഇത് കാലിന്റെ ആഴത്തിലുള്ള സോളിയസ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിന്നുകൊണ്ട് ചെയ്യുന്നത് കാഫ് റൈസ് ആണ്, ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് വേറെ മസിൽസിനെയാണ് കേട്ടോ കൂടുതൽ ആക്ടിവേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷം കുറച്ച് നടക്കാൻ പറയുന്നുണ്ട്. കാരണം അത് ദഹനത്തെ സഹായിക്കും, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ നന്നാക്കുന്നുണ്ട്. അപ്പൊ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഈ ഇരുന്നിട്ട് നമുക്ക് ഈ സോളിയസ് പുഷപ്പ് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, കുറെ നേരം ഇരിക്കുന്നതിന്റെ ദോഷം കുറയ്ക്കും, ഭക്ഷണത്തിന് ശേഷം ശരീരം സജീവമായിട്ട് നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത് നീ എക്സ്റ്റൻഷൻ, ഇത് നമ്മുടെ തുടയുടെ മസിൽസിനെയൊക്കെ ശക്തി കൂട്ടുന്ന ഒന്നാണ്. എല്ലാവരോടും ഞാൻ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. മുട്ടുവേദന ഉള്ളവരോട് ആ മുട്ടുവേദന ഇല്ലാതാക്കാനും ആ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട് ഒരു കാല് നേരെ മുന്നിലേക്ക് ഉയർത്തുക, ഒരു 2 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, പതുക്കെ താഴ്ത്തുക. അതാണ് നീ എക്സ്റ്റൻഷൻ. ഇപ്പൊ ഇത് നിങ്ങളുടെ കോർട്ടിസെപ്സ് മസിലിനെ ശക്തമായിട്ട് ആക്റ്റീവായിട്ട് ആക്കുന്നുണ്ട്. മുട്ടിന് നല്ല സപ്പോർട്ട് കിട്ടും, കാലുകളുടെ സ്ട്രെങ്ത് ഉണ്ടാവും. ഒരുപാട് സമയം ഇരിക്കുന്നവർക്ക് മസിൽ ഇൻആക്ടിവിറ്റി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത് ഇരുന്ന് ചെയ്യുന്ന എക്സസൈസ് ആണ് ഏഞ്ചൽ വിങ്സ്. ഇത് സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സസൈസ് ആണ്. അതെന്ന് പറയുന്നത് കൈകൾ പതുക്കെ മുകളിലേക്കും താഴേക്കും നീക്കുക, എന്നിട്ട് ഇത് കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ അപ്പർ ബാക്ക് മസിൽസിനെ ആക്റ്റീവ് ആക്കാനും ഷോൾഡർ മൊബിലിറ്റി ഒക്കെ കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. ഈ കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ, അവർക്കൊക്കെ പോസ്റ്റർ ശരിയാവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളാണ്, പക്ഷെ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്തത് കാക്ടസ് ആം. നെഞ്ച് തുറന്നിട്ട് ശ്വാസം സ്വതന്ത്രമാക്കി വിട്ടിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാപ്ടോപ്പിന് മുന്നിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒരേ പോസ്റ്റിൽ ഇരുന്നാൽ ഈ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യാം. 2 കൈകളും കാക്ടസ് ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ചെസ്റ്റ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഷോൾഡർ സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നുണ്ട്, നല്ല പോസ്റ്റർ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അടുത്തത് സീറ്റഡ് ട്വിസ്റ്റ്. ഇത് നമ്മുടെ സ്പൈനിന് ഒരു റീഫ്രഷ്മെന്റ് കൊടുക്കുക കേട്ടോ. കസേരയിൽ ഇരുന്നുകൊണ്ട് ശരീരം പതുക്കെ വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ് നിന്നിട്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇരുന്നിട്ടും ചെയ്യാൻ പറ്റും. ഇത് സ്പൈനിന് മൊബിലിറ്റി കൂട്ടുന്നുണ്ട്, സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നുണ്ട്, നല്ലൊരു എല്ലാ മസിൽസിനും ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സൈഡ് ട്വിസ്റ്റ് ആണ്. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യാം. ശരീരം ഓരോ വശത്തേക്കും പതുക്കെ ചായ്ക്കുക. നിങ്ങൾക്കൊരു സ്ട്രെച്ചിങ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക, എന്നിട്ട് റിലീസ് ചെയ്യാം. ഇത് നമ്മുടെ സൈഡ് മസിൽസിനെയൊക്കെ ആക്റ്റീവ് ആക്കുന്നുണ്ട്, ഫ്ലെക്സിബിളി മെച്ചപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കുറെ നേരം ഇരിക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യൂ അല്ലെ, അതൊക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. ഇത് കിച്ചണിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ ഈ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അടുത്ത നെക്ക് എക്സസൈസ് ആട്ടോ. ഞാൻ കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. കാരണം പലർക്കും കഴുത്ത് വേദനയുണ്ട്, കഴുത്ത് മൂവ്മെന്റ് ചിലർക്ക് ബുദ്ധിമുട്ടാണ്, കുറേ സമയം ഇരിക്കുന്നതുകൊണ്ടും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ ഇരിക്കുക, നേരെ മുകളിലേക്ക് നോക്കുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അത് താഴേക്ക് കൊണ്ടുവരിക. എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പതുക്കെ ചെയ്യണം എന്നാട്ടോ. എന്നിട്ട് നമ്മുടെ ചിന്ന് ഈ ചെസ്റ്റിലേക്ക് തട്ടിച്ചാൽ മതി. അത് താഴേക്ക് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് സാധാ നിലയിലേക്ക് വരിക. അതൊരു 20 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് തന്നെ
നമുക്ക് ഓരോ സൈഡിലേക്ക് ചെയ്തിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് നേരെ മുന്നിലോട്ട് വരിക. മറ്റേ സൈഡിലേക്കും അതുപോലെ ചെയ്യാം കേട്ടോ. ഇത് നെക്ക് സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും ഈ എക്സസൈസ് വളരെ ഗുണപ്രദാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദിവസത്തിൽ പലതവണ ചെയ്യാൻ പറ്റും. ഒരു 20 തവണയായിട്ട് ചെയ്യുക. ഒരു 3 റൗണ്ട് ആയിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് ഷോൾഡർ റോൾസ് ആണ്. ഷോൾഡർ റോൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ തന്നെയാണ്. ഈ ഷോൾഡറിന് കുറച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പല മൂവ്മെന്റ്സും പറ്റാതെ വരും. ഷോൾഡർ ഇപ്പൊ ഇത്രേ പൊക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കൈ ഇങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടും ഇതേപോലെ എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. നമുക്ക് അങ്ങനെ എക്സസൈസ് ആണെന്ന് പോലും തോന്നില്ല. പക്ഷെ ഇതൊക്കെ മസിൽസിനെ റിലാക്സ് ചെയ്യുന്നുണ്ട്, നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്, നമ്മുടെ ഒരു ദിവസം ഫുൾ അടിഞ്ഞുകൂടിയ ഒരു ടെൻഷൻ ഉണ്ടാവും മസിൽസിന്, അതൊക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർമ്മിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് വേണ്ടത് എപ്പോഴും പെർഫെക്റ്റ് വർക്കൗട്ടുകളൊന്നുമല്ല. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ വലിയ വർക്കൗട്ടുകളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. റെഗുലർ മൂവ്മെന്റ്സ് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ മണിക്കൂറിലും നമ്മൾ ഈ ഒരു 2-3 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ പോലും നമ്മൾ കുറേ നേരം അനങ്ങാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് അങ്ങനെ ചെയ്യുന്നത്. ഫാറ്റ് ലോസ് എന്നുള്ളത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല. ഇപ്പൊ ജിമ്മിൽ പോയി വളരെയധികം വർക്കൗട്ട് ചെയ്താൽ മാത്രമൊന്നുമല്ല ഫാറ്റ് ലോസ് ഉണ്ടാവുക. ചെറിയ ചെറിയ മൂവ്മെന്റ്സുകൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഒരുപാട് തവണയായിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്താലും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ വേണമെന്ന് നിങ്ങൾ കമന്റിൽ പറയൂ കേട്ടോ. അങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ട് 3 വേണമെന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നുകൊണ്ടുള്ള എക്സസൈസുകളും കൂടി പറയാം. ഇന്നത്തെ വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് കേട്ടോ. കുറെ പേര് നമ്മളോട് കമന്റിലായിട്ടും അല്ലാതെയും ഒക്കെ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഫയർഫിറ്റിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് കുറെ പേര് നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇൻസ്പിറേഷൻ ആവുന്നത്. അവർ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോ നല്ലതാണ്, കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പലരും ലൈക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് ഫയർഫിറ്റിലുള്ള കുറെ ആളുകളായിട്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ റിപ്ലൈ കേൾക്കുമ്പോഴാണ് ഓക്കെ എങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. ആക്ച്വലി ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നും, വീഡിയോ ഫാറ്റ് ലോസ് തുടങ്ങിയിട്ടുണ്ട്, ഓരോ ആഴ്ചയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കമന്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടി ഓർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈക്കുകള് അതുപോലെ കമന്റ്സുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ. കമന്റിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പറയാ. ഒരു ചെറിയൊരു സ്റ്റിക്കർ ആണെങ്കിലും മതി, അതൊക്കെ നമുക്ക് പ്രചോദനാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് സീരീസിലെ 4ാമത്തെ വീഡിയോ അല്ലെ, അല്ല 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മുടെ ബെല്ലി ഫാറ്റ്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് കുടവയറ് എന്നുള്ളത്. ബെല്ലി ഫാറ്റ് എങ്ങനെ നമുക്ക് മാറ്റാമെന്നും അത് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നും എഫക്റ്റീവ് ആയിട്ടുള്ള വഴികൾ എന്താന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ നമ്മളെ ഫാറ്റ് ലോസ് സീരീസിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു. ഇനി വർക്കൗട്ട് എത്താൻ കേട്ടോ, ഇനി സാരമില്ല.